നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് രാമന്തളിയിൽ CPM ഹർത്താൽ ആചരിച്ചു. പുന്നക്കടവിൽ പോലീസ് വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി മത്സ്യ കർഷക ക്ലബ്ബ് കെട്ടിട ഉദ്ഘാടനം C. കൃഷ്ണൻ MLA നിർവഹിച്ചു. ഒളവറയിൽ മത്സ്യത്തൊഴിലാളിയുടെ തോണി കത്തിച്ച സംഭവം. തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗമടക്കം 4 പേർക്കെതിരെ ചന്തേര പോലീസ് കേസെടുത്തു. തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലം കേരഗ്രാമം പദ്ധതിക്ക് പരിയാരത്ത് തുടക്കമായി. കമ്മ്യൂണിസ്റ്റ് പോരാളിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന AM ശങ്കരൻ നമ്പീശന്റെ 2ാം ചരമവാർഷികാചരണം പുനിയങ്കോട് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് രാമന്തളിയിൽ ഹർത്താൽ ആചരിച്ചു. ഹർത്താലിന്റെ ഭാഗമായി പ്രതിഷേധ യോഗവും നടന്നു. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് CPIM രാമന്തളി വടക്കുംപാട് ബ്രാഞ്ച് സെക്രട്ടറി K. വിജയനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് CPMന്റെ നേതൃത്വത്തിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെ 12 മണിക്കൂർ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. വാഹനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി പുന്നക്കടവിൽ പോലീസിന് നേരെയും ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ പോലീസ് വാഹനത്തിന്റെ ചില്ലും തകർന്നു. ഹർത്താലിന്റെ ഭാഗമായി പുന്നക്കടവിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പുന്നക്കടവിൽ നിന്നും ആരംഭിച്ച പ്രകടനം വടക്കുംപാട് ചുറ്റി പുന്നക്കടവിൽ സമാപിച്ചു. നിരവധി പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി T. മധുസൂദനൻ, ജില്ലാ കമ്മിറ്റി അംഗം B. നാരായണൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. സന്തോഷ് എന്നിവർ സംസാരിച്ചു. MV ഗോവിന്ദൻ അധ്യക്ഷനായി. OK ശശി സ്വാഗതം ആശംസിച്ചു. പോലീസുകാർ പറഞ്ഞു രാത്രിയല്ലേ എറിഞ്ഞത്, രാത്രി എറിഞ്ഞാൽ ആളുകളെ മനസ്സിലാക്കാൻ പറ്റുമോ? ഞങ്ങൾ ചോദിക്കട്ടെ, രാത്രി എന്നല്ലേ ഈ കില്ലല്ല പൊടിയുന്നത്? എന്താ ഇങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്? CPIMന്റെ പ്രവർത്തകനെതിരായിട്ട് കേസെടുക്കാൻ വേണ്ടി പറ്റുമ്പോ എന്നാ പിന്നെ നോക്കിക്കളയാ. ചാടി കയറിയിട്ട് കത്തിയും കത്തിയാളും എടുത്താൽ ഞങ്ങളെന്താ ഇതെല്ലാം മതിയാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തലയും മുമ്പിട്ട് നിൽക്കുന്നതാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. പുഞ്ചക്കാട് കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി P. ധനീഷിനെതിരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ അണിനിരന്നു. പുന്നക്കടവിൽ കഴിഞ്ഞ ദിവസം പോലീസ് വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാമന്തളി വടക്കുംപാടെ ഷാജഹാൻ, സജിത്ത് എന്നിവരെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ SDPI CPM പ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. കോളേജ് വിദ്യാർത്ഥിനിയെ ബസ്സിൽ നിന്നും കണ്ടക്ടർ തള്ളിയിട്ടതായി പരാതി. പയ്യന്നൂർ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ MSW വിദ്യാർത്ഥിനി ഷാന ഗണേഷിനെ പഴയങ്ങാടിയിൽ വെച്ച് തള്ളിയിട്ടെന്നാണ് പരാതി. പയ്യന്നൂർ ശ്രീശങ്കരാചാര്യ സംസ്കൃത കോളേജ് വിദ്യാർത്ഥിനി ഷാന ഗണേഷിനെ വൈകുന്നേരം 5 മണിയോടെയാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറവേ സ്വകാര്യ ബസ് കണ്ടക്ടർ തള്ളിയിട്ടത്. പാപ്പിനിശ്ശേരി മുണ്ടയാട് സ്വദേശിനിയാണ് ഷാന. ബസ് കണ്ടക്ടർ മോശമായ രീതിയിലാണ് പെരുമാറിയതെന്നും വിദ്യാർത്ഥിനി പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ കുറേ സ്റ്റാൻഡ് ഫുൾ പിള്ളേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാൻഡിൽ ബാക്കി കുട്ടികൾ എങ്ങോട്ടാ പോകുന്ന എനിക്കറിയില്ല. ഞാൻ ബസ്സിൻ്റെ കണ്ടുകൊണ്ട് എല്ലാവരും സാധാരണ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഈ ബസ്സിൽ കയറണമെങ്കിൽ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്റ്റാൻഡിലാണ് നിന്നത്, ഡോറിൻ്റെ സൈഡാണ് നിന്നത്, അങ്ങനെ തന്നെ എല്ലാവരും നിൽക്കുന്നത് എന്ന് പറഞ്ഞു.
എൻ്റെ അവിടെ ബാക്കി പിള്ളേർ അവിടെ നിന്നു. എന്നിട്ട് വേറെ ബസ് വന്ന സമയത്ത് വേഗം വന്നിട്ട് ഫ്രണ്ടിലെ ഡോർ അടച്ചു. ഞാൻ ഡോറ് അടക്കാൻ വലിച്ചപ്പോൾ അയാൾ വലിച്ചടച്ചു. അപ്പോൾ ബാക്കി പിള്ളേർ എല്ലാവരും ഫ്രണ്ടിലേക്ക് വന്നു, ഗേൾസ് എല്ലാവരും. അപ്പോൾ ഇയാൾ ഡോർ എന്നിട്ട് തുറന്നിട്ടുണ്ടായില്ല. അപ്പോൾ എല്ലാവരും തിരിച്ച് ബാക്കിലേക്ക് പോയി കയറാൻ വേണ്ടിയിട്ട് ബാക്കി വേറെ ബസ്സിലുകൊണ്ട് എല്ലാവരും ക്യൂ ആയിട്ട് നിന്നിട്ടാണ് കയറിയത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കയറിയപ്പോൾ അയാൾ തള്ളിയിട്ടു. അപ്പോൾ വേറെ ബസ്സിലുണ്ട്, ഞാൻ പിന്നെ അതിൽ കയറി. അപ്പോൾ അയാൾ നല്ലോണം പിടിച്ച് തള്ളി. അപ്പോൾ ഞാൻ പിടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ ബസ്സിൻ്റെ ടയറിൻ്റെ അടിയിൽ പോയിട്ടുണ്ടാവും, അല്ലെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നു. കൈക്ക് പരിക്കേറ്റ വിദ്യാർത്ഥിനി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഷാനയുടെ പരാതി പ്രകാരം പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. BMS തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ജയന്തിയുടെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൊതുയോഗത്തിന് മുന്നോടിയായി തൃക്കരിപ്പൂർ മാരാർജി സ്മൃതി മന്ദിര പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗത്തിൽ മേഖലാ പ്രസിഡന്റ് K കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. യോഗത്തിന്റെ ഭാഗമായി SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ഉദ്ഘാടകൻ VV ബാലകൃഷ്ണൻ നിർവഹിച്ചു. RSS തൃക്കരിപ്പൂർ മണ്ഡലം ബൗദ്ധിക പ്രമുഖ് TV ഷിബിൻ, BMS തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം K ശശിധരൻ, BMS മോട്ടോർ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി K രവീന്ദ്രൻ, BMS പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ പിലിക്കോട്, BMS പടന്ന പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശൻ, മേഖലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി AV കുമാരൻ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി A രാജീവൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി മത്സ്യ കർഷക ക്ലബിന് പുതിയ കെട്ടിടമായി C കൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന മത്സ്യവകുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെയും നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെയും സഹായത്തോടെയും രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതികളിലൂടെയും ജലകൃഷി വികസിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ മത്സ്യകൃഷി, മത്സ്യകേരളം, മത്സ്യസമൃദ്ധി തുടങ്ങിയവ ഇതിനുദാഹരണമാണ്. പദ്ധതികളുടെ നടത്തിപ്പിനായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ മത്സ്യകർഷക ക്ലബ്ബുകൾ രൂപീകരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 3 മത്സ്യകർഷക ക്ലബ്ബുകൾക്കാണ് ഈ ഇനത്തിൽ 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ കെട്ടിട നിർമ്മാണത്തിന് 4 ലക്ഷം രൂപയും സാധന സാമഗ്രികൾക്കായി 1 ലക്ഷം രൂപയും വകയിരുത്തിയിരിക്കുന്നു. ഈ തുക ചെലവഴിച്ചാണ് പയ്യന്നൂർ നഗരസഭയിൽ മത്സ്യകർഷക ക്ലബിന് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം C കൃഷ്ണൻ MLA നിർവഹിച്ചു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ KP അബ്ദുറഹ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ, മുൻ ചെയർമാൻ GD നായർ, സ്ഥിരം സമിതി അംഗങ്ങളായ P ശ്യാമള, KV ബാബു, M വനജ, ശശി വട്ടക്കുവൽ, M വാസന്തി, കൗൺസിലർമാരായ പോത്തേരകൃഷ്ണൻ, പാവൂർ നാരായണൻ, AP നാരായണൻ, M ബഷീർ, KK ഫൽഗുനൻ എന്നിവരും K രാഘവൻ, NP ഭാസ്കരൻ, S ഷുക്കൂർ ഹാജി, KC ലതികേഷ്, PP ദാസൻ, C ജയൻ, CK രമേശൻ മാസ്റ്റർ തുടങ്ങി നിരവധി പ്രമുഖർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഫിഷറീസ് സബ് ഇൻസ്പെക്ടർ മിനി നാരായണൻ നന്ദിയും പറഞ്ഞു. തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലം കേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പരിയാരത്ത് ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. പരിയാരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നാളികേര കൃഷിയുടെ സമഗ്ര വികസനം ഉദ്ദേശിച്ചാണ് കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജെയിംസ് മാത്യു MLA നിർവഹിച്ചു. അങ്ങനെ ഒരു പ്രവർത്തനം ആ സ്കൂള് മാത്രമല്ല, ഈ 115 സ്കൂളിൽ ഏത് സ്കൂളിൽ ചിലപ്പം ഏറ്റെടുത്തേക്കുമായിരുന്നു. പക്ഷെ മറ്റു സ്കൂളിലെ അധ്യാപകരോടോ PTA-യോടോ നിങ്ങളൊന്ന് കണ്ണ് കാണണം എന്ന് പറയുമ്പോൾ പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സാവിത്രി ചടങ്ങിൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മനു തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം PT രുക്മിണി, പരിയാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T സഹദേവൻ മാസ്റ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A രാജേഷ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC റഷീദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT രുക്മിണി, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പുഷ്പലത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK വിനോദിനി, തളിപ്പറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K അനില, കേരഗ്രാമം കൺവീനർ K ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പരിയാരം കൃഷിഭവൻ കൃഷി ഓഫീസർ M ഗംഗാധരൻ സ്വാഗതവും അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ KP ദിനേശൻ നന്ദിയും പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പോരാളിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന AM ശങ്കരൻ നമ്പീശന്റെ 2ാം ചരമവാർഷികാചരണം പുനിയങ്കോട് നടന്നു. വാർഷികാചരണ ഭാഗമായുള്ള അനുസ്മരണ സമ്മേളനം CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിന്റെ ശരിയായ ചിത്രം അയിത്തം, അനാചാരം, തൊട്ടുകൂടായ്മ, പിണ്ടിക്കൂടായ്മ, ഒരു ഭാഗം മനുഷ്യരായിരുന്നില്ല, അടിമസമാനമായ ജീവിതമാണ് നയിച്ചത്. അത് കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഭ്രാന്താൻ എന്ന് പറയുന്നത് കേരളത്തെ ആകെയല്ല.
അനുസ്മരണ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം ബി ദാമോദരൻ അധ്യക്ഷനായി. കെ വി ഗോവിന്ദൻ, സി സത്യപാലൻ, ടി തമ്പാൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കൃഷ്ണപിള്ള കേന്ദ്ര കഥാപാത്രമായ ആദ്യ ചലച്ചിത്രാവിഷ്കാരം വസന്തത്തിന്റെ കനൽ വഴികളിൽ സിനിമാ പ്രദർശനവും നടന്നു. ഒളവറയിൽ മത്സ്യത്തൊഴിലാളിയുടെ തോണി കത്തിച്ച സംഭവം. തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗമടക്കം 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഉളിയത്തിലെ എം മുരളിയുടെ പരാതിയിലാണ് ചന്തേര പോലീസ് കേസെടുത്തത്. തൃക്കരിപ്പൂർ ഒളവറയിലെ ഉളിയംകടവിലെ എം മുരളിയാണ് പരാതിക്കാരൻ. ഈ മാസം 13-ന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുന്നംഗവും പട്ടികജാതി മത്സ്യത്തൊഴിലാളിയുമായ മുരളിയുടെ വീട്ടിനടുത്ത് കെട്ടിയിട്ടിരുന്ന തോണി അഴിച്ചെടുത്ത് 1/2 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി കത്തിച്ചെന്നുമാണ് പരാതി നൽകിയിരിക്കുന്നത്. കേളപ്പജി സ്മാരകത്തിൻ്റെ അടുത്ത് വന്നിട്ട് അവർ വെള്ളം അടിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഗൾഫിൻ്റെ ആൾക്കാർ പോയി പറഞ്ഞു ഇവിടുന്ന് വെള്ളം അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരായിട്ട് വാക്കുണ്ടായി. അതാണ് പ്രശ്നം ഉണ്ടായത്. പരാതിയെ തുടർന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഒളവറ ഉളിയം വാർഡ് മെമ്പർ ടി വി പ്രഭാകരൻ, ഇട്ടമ്മൽ റിജി, ഷിഖു, സി സുമേഷ് എന്നിവർക്കെതിരെ ചന്ദര പോലീസ് കേസെടുത്തു. എന്നാൽ പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ കരുതിക്കൂട്ടി സ്വയം കെട്ടിച്ചമച്ചതാണ് തോണി കത്തിച്ചെന്ന പരാതിയെന്ന് ടി വി പ്രഭാകരൻ പറഞ്ഞു. നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശം വെച്ച് ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും ആ തോണി മുഴുവനും കത്തി നശിക്കുമായിരുന്നു. പക്ഷെ സ്വന്തം തന്നെ ചെയ്ത് വെച്ച്, അതായത് ഈ വ്യക്തിയുടെ തോണി നഷ്ടപ്പെടുവാനും പാടില്ല, പ്രദേശത്ത് മറ്റുള്ളവരുടെ പേരിൽ കള്ളക്കേസ് ചമക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവൃത്തി ഇവിടെ നടത്തി നമ്മുടെ നാടിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഇത്ര പരിപാലനമായ സ്ഥലത്ത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയ രൂപീകരണത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഗൗരി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ പ്രതിനിധീകരിച്ച് പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിയിട്ടുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ജില്ലാതലത്തിലുള്ള ഒരു ചർച്ചയ്ക്കായി അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചർച്ചയ്ക്ക് വൈ വി അശോകൻ, യു രാജേഷ്, വി ഹരിനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി എം രാജീവ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി അജിത, ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ കൃഷ്ണൻ നിരവത്ത് എന്നിവർ സംസാരിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. പഴയങ്ങാടി ഏരിപുരത്ത് കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് പി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തന്നെ ഏറ്റവും ഒരു മഹാസംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടുള്ള നിങ്ങളാണ്. തീർച്ചയായും അതൊരു മാതൃകാ പ്രവർത്തനം. കല്യാശ്ശേരി മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട MLA ഡയറ്റും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രവർത്തനം നമ്മൾ കേരളത്തിൽ തന്നെ ഒരു മാതൃകാ പ്രവർത്തനമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ അഭിമാനകര നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരും പ്രവർത്തനമാണ്. ടി വി രാജേഷ് MLA നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഡയറ്റിൻ്റെ സഹകരണത്തോടെ 1-ാം ക്ലാസ്സിലെ അധ്യാപകർക്കുള്ള ഇംഗ്ലീഷ് കളരി പാഠ്യപദ്ധതിയുടെ പരിശീലനം ആരംഭിച്ചു. പരിശീലന പരിപാടി എരിപുരം BRCയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. KM സോമരാജൻ, KV സജിത്ത്, രമേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഉദുമയിലെ MV ബാലകൃഷ്ണന്റെ കൊലപാതകത്തിൽ DCC പ്രസിഡന്റ് CK ശ്രീധരൻ ഒത്താശ ചെയ്തെന്ന 7-ാം പ്രതി ഷിബുവിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റിന് നേരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. P കുഞ്ഞമ്പു, PK വിനോദ്, P ശ്രീധരൻ, MV സുകുമാരൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗം നോർത്ത് ലോക്കൽ സെക്രട്ടറി M രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. IAY ഗുണഭോക്താക്കൾക്കുള്ള ഏകദിന പരിശീലനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയെല്ലാം ക്ലാസ് കൊടുത്തതിൻ്റെ എല്ലാം ഭാഗമായി നല്ല രീതിയിലുള്ള വീട് നിർമ്മിക്കുന്നതിന്, നല്ല രീതി എന്ന് പറയുന്നത് നമ്മുടെ മാനദണ്ഡത്തിൽ ഒതുങ്ങുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. നമ്മുടെ ഫണ്ട് എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിന് 2 ലക്ഷവും. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PM രാജീവ് IAY പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ചെലവ് കുറഞ്ഞ ഭവന നിർമ്മാണ രീതികൾ എന്ന വിഷയത്തിൽ കോസ്റ്റ് ഫോർഡ് കോഴിക്കോട് എഞ്ചിനീയർ ദേവരാജൻ ക്ലാസ് എടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ദാമോദരൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P അജിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP ലക്ഷ്മണൻ,
ഹൗസിംഗ് എക്സ്റ്റൻഷൻ ഓഫീസർ എം ഉല്ലാസൻ, ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ കൃഷ്ണൻ നിരവത്ത് എന്നിവർ സംസാരിച്ചു. CPM നേതാവ് VP കുഞ്ഞിക്കണ്ണന്റെ 8ാം ചരമവാർഷികം കണ്ണപുരം ഇടക്കേപ്പുറത്ത് നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പല രീതിയിലുള്ള പ്രചാരവരകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ ശ്രീധരൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം അക്രമകാരികളാണ്, അതിൽ വിശേഷിച്ചും കമ്മ്യൂണിസ്റ്റുകാരൻ വളരെ അപകടകാരികളായിട്ടുള്ള CPIM കണ്ണപുരം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ നേതാവുമായിരുന്ന VV കുഞ്ഞിക്കണ്ണന്റെ ചരമവാർഷികം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അക്രമകാരികളായി ചിത്രീകരിക്കാനാണ് ചില വലതുപക്ഷ മാധ്യമങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നാക്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ ഇടതുപക്ഷം അനിവാര്യമാണെന്നും TI മധുസൂദനൻ അഭിപ്രായപ്പെട്ടു. PV ജിതേഷ് മുഖ്യപ്രഭാഷണം നടത്തി. V സുനിൽകുമാർ, K രാഘവൻ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളോറ ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു പിടി അരി ₹1 പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എരമംകുറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം, സേവനം, സൗഹൃദം എന്നിവ ലക്ഷ്യമിട്ടാണ് ഒരു പിടി അരി ₹1 പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അരി ഏറ്റുവാങ്ങലും സാമ്പത്തിക സഹായം ഏറ്റുവാങ്ങലും പഞ്ചായത്ത് പ്രസിഡന്റ് KB ബാലകൃഷ്ണൻ നിർവഹിച്ചു. അവരെ പരിചരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വലിയ മഹാപ്രസ്ഥാനമാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായി വിദ്യാർത്ഥികൾ ഇതുപോലുള്ള ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഹെഡ്മാസ്റ്റർ TM സതീശൻ മാസ്റ്റർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ TM ജയകൃഷ്ണൻ, CC കുഞ്ഞിരാമൻ, EV രാമചന്ദ്രൻ, P രജനി, അക്ഷയ, EK രാജേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ക്യാന്റീൻ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രികളിലൊന്നായ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ നിത്യേന നൂറുകണക്കിന് രോഗികളും സന്ദർശകരും എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ നല്ലൊരു ഭക്ഷണശാല താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. ഇതിന് പരിഹാരമായാണ് നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 ലക്ഷം രൂപ ചെലവിൽ ക്യാന്റീൻ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശ്രീകൃഷ്ണൻ MLA നിർവഹിച്ചു. മറ്റ് സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരും ഇവിടെ വന്നില്ല. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ പയ്യന്നൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് പട്ടണത്തോട് ചേർന്ന് തന്നെയാണ്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയായി. വൈസ് ചെയർമാൻ KK ഗംഗാധരൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കക്ഷി നേതാക്കൾ, വാർഡ് കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ സംബന്ധിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M വനജ സ്വാഗതവും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലേഖ V നന്ദിയും പറഞ്ഞു. നിത്യവഴുദിനവും പടിക്ക് പുറത്തേക്ക്. പണ്ടുകാലങ്ങളിൽ ആഹാര സാധനങ്ങളിൽ പ്രഥമ സ്ഥാനമുണ്ടായിരുന്ന ഈ ചെടിയും ഇന്ന് കാണാമറയത്തായി കഴിഞ്ഞു. നിത്യവഴുതിനെയും പടിക്ക് പുറത്തേക്ക് പോവുകയാണ്. പുതിയ കാലത്തെ ഭക്ഷ്യവസ്തുക്കളുടെ തള്ളിക്കയറ്റത്തിൽ ഇതും നാട്ടിൻപുറത്തു നിന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞു. പഴയ കാലത്ത് ആഹാര സാധനങ്ങളിൽ പ്രധാന സ്ഥാനം അലങ്കരിച്ചിരുന്ന നിത്യവഴുതിനുങ്ങ പുതിയ കാലം ഏതാണ്ട് മറന്ന മട്ടാണ്. പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നു തന്നെയില്ല. ധാരാളം പ്രോട്ടീനുകളുടെയും വിറ്റാമിനുകളുടെയും കലവറയാണ് നിത്യവഴുതിനുങ്ങ. വേലിപ്പടർപ്പുകളിൽ ചുറ്റി വളരുന്ന ഈ ചെടിക്ക് വളരാൻ രാസവളങ്ങൾ ആവശ്യമില്ലായിരുന്നു. എവിടെയും ഏത് കാലാവസ്ഥയിലും ഇത് വളരുമായിരുന്നു. കറിക്കും വറവിനുമെല്ലാമായി ഇത് ഉപയോഗിച്ചിരുന്നു. പഴമക്കാർ ഇതിന്റെ പ്രാധാന്യം കണ്ടറിഞ്ഞിരുന്നു. കാലം മാറി. മനുഷ്യരുടെ രുചിക്ക് കൃത്രിമ വസ്തുക്കളുടെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെടാത്തതായി. നിത്യവഴുതന പോലെയുള്ള സാധനങ്ങൾ മനുഷ്യരുടെ ആഹാരശീലങ്ങളിൽ നിന്നൊഴിഞ്ഞുപോയി. രോഗങ്ങൾ കൂടെ പിറപ്പായി. നിത്യവഴുതനങ്ങയുടെ പ്രാധാന്യം കണ്ടറിയേണ്ടതിന്റെ ആവശ്യകത കാലം ആവശ്യപ്പെടുകയാണ്. MSF തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി ഷാർജ KMCCയുടെ സഹകരണത്തോടെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് സ്കൂളിന് അനുവദിച്ച ജനറേറ്ററിന്റെ കൈമാറലും ഞാനും ലഹരിക്കെതിരെ ലഹരിമുക്ത ക്യാമ്പയിന്റെ പ്രഖ്യാപനവും സ്കൂളിൽ നടന്നു. കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു.
അപ്പോൾ ഏതായാലും ഇത് ഒരു തൃക്കരിപ്പൂർ സ്കൂൾ കുട്ടികളോട് കാണിച്ചിട്ടുള്ള ഈ സ്നേഹാദരവിൽ ഞാൻ അവരോട് അഗൈതവമായി നന്ദി പറയുകയാണ്. ഷാർജ KMCC പ്രസിഡന്റ് ജമാൽ ബൈത്താൻ ജനറേറ്റർ കൈമാറ്റം നിർവഹിച്ചു. ലഹരിമുക്ത ക്യാമ്പയിൻ പ്രഖ്യാപനം നീലേശ്വരം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ MV ബാബുരാജ് നിർവഹിച്ചു. AGC ബഷീർ, VK ബാവ, അമീൻ കൂലേരി, KP പത്മനാഭൻ, PV അശോകൻ, നൌഷാദ് ചന്ദേര, ഇർഷാദ് പടന്ന, TV കുഞ്ഞബ്ദുള്ള, M യൂസഫ് ഹാജി, ഷുഹൈബ് VPP എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ K ഗംഗാധരൻ മാസ്റ്റർ സ്വാഗതവും മദർ PTA പ്രസിഡന്റ് KP സുഹ്റ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T പത്മാവതി ഉദ്ഘാടനം ചെയ്തു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ മാസ്റ്ററെയും വെള്ളത്തിൽ വീണ 3 പേരുടെ ജീവൻ രക്ഷിച്ച ആശിഷ് M എന്ന വിദ്യാർത്ഥിയെയുമാണ് അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T പത്മാവതി ഉപഹാര സമർപ്പണം നടത്തി. വൈസ് പ്രസിഡന്റ് EP തമ്പാൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. MV അപ്പുക്കുട്ടൻ, PV നാരായണി, P ഇന്ദിര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തൃക്കരിപ്പൂർ കൃഷിഭവൻ ഗേറ്റ് അടച്ചു. ഒഴിവുദിനമല്ലാഞ്ഞിട്ടും അടച്ചിട്ട ഗേറ്റിന് മുന്നിൽ കാര്യമറിയാതെ ഉപഭോക്താക്കൾ വലഞ്ഞു. വെള്ളിയാഴ്ച ഓഫീസ് സമയത്ത് കൃഷി ഓഫീസിലേക്ക് എത്തിയ ഉപഭോക്താവാണ് പൂട്ടിക്കിടക്കുന്ന ഗേറ്റിന് വെളിയിൽ കാര്യമറിയാതെ നിന്നത്. ഗേറ്റിനകത്തേക്ക് നോക്കിയപ്പോഴാണ് ദുർഗന്ധം പരത്തി മലിനജലം ഒഴുകിയെത്തി തളം കെട്ടിക്കിടക്കുന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടത്. കൃഷിഭവന് മുന്നിലായുള്ള കക്കൂസ് ടാങ്ക് പൊട്ടിയൊലിച്ച് വെള്ളം മുറ്റത്ത് പരന്നതോടെ കൃഷി ഓഫീസർ രക്ഷയില്ലാതെ ഗേറ്റ് അടച്ചതാണെന്ന് അറിയുന്നത്. ഈ മാലിന്യം ചവിട്ടി ഓഫീസിൽ കയറിയാലുള്ള അവസ്ഥ ഊഹിക്കാവുന്നതേയുള്ളൂ. പഞ്ചായത്ത് ഓഫീസ് സമുച്ചയമടക്കം നിരവധി ഓഫീസുകളുടെ കക്കൂസ് ടാങ്കാണ് കൃഷിഭവൻ മുറ്റത്ത് ജൈവവളമായി ഒഴുകിയെത്തിയത്. തൃക്കരിപ്പൂർ കൃഷിഭവൻ്റെ ശോച്യാവസ്ഥയാണ്. കക്കൂസ് ടാങ്ക് പൊട്ടിയൊലിച്ചിട്ട് മെയിൻ ഗേറ്റ് പൂട്ടിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ പിൻവാതിലൂടെ മതിൽ ചാടി കിടന്നിട്ട് വേണം ഇനിയിപ്പോൾ ഓഫീസിനുള്ളിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ ആ ഒരു ശോച്യാവസ്ഥ പെട്ടെന്ന് ഗ്രാമപഞ്ചായത്തായാലും ഇനി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റായാലും നിരക്കുള്ള വളരെ വേഗം ഒന്ന് പരിഹരിക്കണം എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കടന്നപ്പള്ളി തെക്കേക്കര ഗവൺമെന്റ് LP സ്കൂളിൽ ഒരു കുട്ടി ഒരു ഫലവൃക്ഷം പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് അംഗം K ചിണ്ടൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ കുട്ടികൾ ശേഖരിച്ച നാടൻ ബലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതാണ് ഒരു കുട്ടിക്ക് ഒരു ബലവൃക്ഷം എന്ന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാവ്, ചാമ്പ, പ്ലാവ്, പുളി, സപ്പോട്ട തുടങ്ങിയ ബലവൃക്ഷങ്ങളാണ് നട്ടത്. പദ്ധതിയുടെ ഉദ്ഘാടനം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വാർഡ് മെമ്പർ K ചിണ്ടൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു. PTA പ്രസിഡന്റ് KP സുരേന്ദ്രൻ, മദർ PTA പ്രസിഡന്റ് KV ഗീത, ഉഷ, ചൈതന്യ, വിദ്യ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ ഹെഡ് ടീച്ചർ സുൽഫത്ത് സ്വാഗതം ആശംസിച്ചു. മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്ക് മത്സ്യവിത്തുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MV രമണി നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ ഉൾനാടൻ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മത്സ്യസമൃദ്ധി പദ്ധതി. പദ്ധതിയുടെ ഭാഗമായാണ് കർഷകർക്ക് ശുദ്ധജല മത്സ്യവിത്തുകൾ വിതരണം ചെയ്യുന്നത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിതരണോദ്ഘാടനം AV രമണി നിർവഹിച്ചു. പദ്ധതിയുടെ ജില്ലാതല നോഡൽ ഓഫീസറായ സുരേന്ദ്രൻ KV പദ്ധതി വിശദീകരണം നടത്തി. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ 200-ലേറെ വരുന്ന കർഷകർക്ക് 1,05,000 മത്സ്യവിത്തുകൾ വിതരണം ചെയ്തു. വർഷത്തിൽ 1 കിലോയിലേറെ വളരുന്ന കട്ല, രോഹു, മൃഗാൾ എന്നീ കാർപ്പിനത്തിൽപ്പെട്ട മത്സ്യവിത്തുകളാണ് വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കുള്ള പുതുക്കിയ ക്യാബിനുകളുടെ ഉദ്ഘാടനം C കൃഷ്ണൻ MLA നിർവഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ക്യാബിനുകൾ സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടനുഭവിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് നഗരസഭയുടെ തന്നെ നേതൃത്വത്തിൽ ക്യാബിനുകൾ വിപുലീകരിച്ച് നവീകരിച്ചത്. നവീകരിച്ച ക്യാബിനുകളുടെ ഉദ്ഘാടനം C കൃഷ്ണൻ MLAയും ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയും നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പിലിക്കോട് C കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിലുള്ള മത്സ്യകൃഷിക്ക് തുടക്കമായി. പിലിക്കോട് പുതിയകുളത്തിൽ പ്രിൻസിപ്പൽ PC ചന്ദ്രമോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭൂമിത്രസേന, നാഷണൽ സർവീസ് സ്കീം, ദേശീയ ഹരിതസേന എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തുടർച്ചയായ 3-ാം വർഷമാണ് പിലിക്കോട് വറക്കോട്ടുവയൽ പുതിയകുളത്തിൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യകൃഷി നടത്തുന്നത്.
ഒരേക്കറോളം വരുന്ന കുളത്തിൽ 5000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇറക്കിയത്. പ്രിൻസിപ്പൽ PC ചന്ദ്രമോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം മികച്ച വിളവെടുപ്പ് നടന്നിരുന്നു. ഏകദേശം 5000 രൂപയുടെ മത്സ്യം മെയ് മാസത്തിൽ പിടിച്ചിരുന്നു. കട്ല, രോഹു തുടങ്ങിയ മത്സ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്. കുട്ടികളുടെ നേതൃത്വത്തിൽ തന്നെയാണ് മത്സ്യങ്ങൾക്കുള്ള തീറ്റ നൽകുന്നതും. അധ്യാപകരായ മനോജ് കുമാർ, പ്രകാശൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധവും വിജ്ഞാനവും വർദ്ധിപ്പിക്കുവാനായി പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫ്രൈഡേ ക്യൂസിന് തുടക്കമായി. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കെ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. കെ ശിവകുമാർ, പ്രിൻസിപ്പൽ കെ ഗംഗാധരൻ, പ്രധാനാധ്യാപകൻ കെ രവി, AEO VM രാജീവൻ, കെ വിജയകുമാർ, P പ്രേമകുമാർ എന്നിവർ സംസാരിച്ചു. അവരെ പാഠ്യ വിഷയങ്ങൾക്കുപരി മറ്റ് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ശേഖരിക്കാനും ഒക്കെ ഉതകുന്ന ഒരു വലിയ പരിപാടിയാണ് നിങ്ങളിവിടെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ സംഘാടകരെ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഉള്ള സ്കൂളുകളിൽ ഒരു പുതിയ ഒരു സംരംഭമായിരിക്കും ഇത്. ചെറുകുന്ന് കോഓപ്പറേറ്റീവ് നീതി മെഡിക്കൽ സ്റ്റോർ സെപ്റ്റംബർ 21 പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബാങ്ക് അധികൃതർ ചെറുകുന്നിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PK ശ്രീമതി ടീച്ചർ MP ഉദ്ഘാടനം ചെയ്യും. സഹകരണ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ചെറുകുന്ന് സർവീസ് ബാങ്കിന്റെ നൂതന സംരംഭമാണ് നീതി മെഡിക്കൽ സ്റ്റോർ. ബാങ്കിംഗ് രംഗത്ത് 100 കോടിയിലധികം ആസ്തിയുള്ള ബാങ്ക് ഈ വർഷം 2 കോടി രൂപയോളം കുടുംബശ്രീ ലിങ്കേജ് വായ്പ നൽകി സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. നീതി മെഡിക്കൽ സ്റ്റോർ ചെറുകുന്ന് കതിർവെക്കുംതറയിൽ ബാങ്കിന്റെ ബ്രാഞ്ചിനോട് ചേർന്നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ TV രാജേഷ് MLA അധ്യക്ഷത വഹിക്കും. PK ശ്രീമതി ടീച്ചർ MP ഉദ്ഘാടനം നിർവഹിക്കും. OV നാരായണൻ മുഖ്യാതിഥിയാകും. ചെറുകുന്നിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് N ദാമോദരൻ, സെക്രട്ടറി EV സേതുമാധവൻ, മാനേജർ K മോഹനൻ, N ശശിധരൻ, CV അബ്ദുള്ള, TV മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. നവീകരണ പ്രവൃത്തികൾക്ക് ശേഷം തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിലെ കലശ മഹോത്സവം അടുത്ത വർഷം ഏപ്രിൽ 2 മുതൽ 21 വരെ നടക്കും. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് കലശ തീയതി കൽപ്പിക്കൽ നിർവഹിച്ചത്. ഏപ്രിൽ 21 ആറാട്ടോടെ ഉത്സവം സമാപിക്കും. കൽപ്പിക്കൽ ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികൾ, കലശ മഹോത്സവ കമ്മിറ്റി പ്രവർത്തകർ, ഭക്തജനങ്ങളടക്കം നിരവധി പേർ സംബന്ധിച്ചു. ദ്രവ്യാവർത്തി നവീകരണ കലശവും കൊടിയേറ്റ മഹോത്സവം തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രം 2/4/16 മുതൽ 21/4/16 വരെ 20 ദിവസം വരും ഉത്സവമടക്കം. തുമ്പോട്ട സ്പോർട്സ് ക്ലബ് കടന്നപ്പള്ളിയുടെ 17ാം വാർഷികത്തോടനുബന്ധിച്ച് കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കോറമംഗലം നാരായണൻ നമ്പൂതിരിയും സമാപന സമ്മേളനം മുൻമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. തുമ്പോട്ട ഫെസ്റ്റിനോട് അനുബന്ധിച്ച് നടന്ന അനുമോദന യോഗത്തിനു ശേഷം വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഉന്നതമായ സാംസ്കാരിക മൂല്യങ്ങളെ നിലനിർത്താൻ ഗ്രാമങ്ങളിൽ കലാകായിക പ്രസ്ഥാനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഇത്തരം സംഘടനകളെ ശക്തിപ്പെടുത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് കുന്നുംപുറം ദേശീയ കലാസമിതിയുടെ വിൽക്കലാമേള അരങ്ങേറി. ഉദ്ഘാടന ചടങ്ങിൽ MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. PP ദാമോദരൻ സമ്മാനദാനം നിർവഹിച്ചു. PVP കൃഷ്ണൻ, CV വിനോദ്, KV വിനേഷ്, P രാഹുൽ, P മിഥുൻ, K രാജേഷ്, PV പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട പൂജ രാധാകൃഷ്ണനെയും തദവസരത്തിൽ അനുമോദിച്ചു. പയ്യന്നൂരിലെ പരേതനായ വ്യാപാരി K മഹമ്മൂദ് ഹാജിയുടെ കുടുംബത്തിനുള്ള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ധനസഹായം പരേതന്റെ ഭാര്യയ്ക്ക് ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ കൈമാറി. ചേംബർ ഭാരവാഹികൾ സംബന്ധിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 20 ഞായറാഴ്ച ചേംബർ ഹാളിൽ വെച്ച് TM ഗോവിന്ദൻ നമ്പ്യാർക്ക് യാത്രയയപ്പ് നൽകുന്നു. ഇനി മാറ്റൊലി. സർക്കാർ പൊതു ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്നവർ മക്കളെ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി. നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ഉത്തരവിൽ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. കാരണം സർക്കാരിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങൾ പറ്റുകയും അതോടൊപ്പം തന്നെ അവരുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും ചേർക്കുന്നതിനോട് പൂർണ്ണമായും വിയോജിപ്പാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ
വരും കാലങ്ങളിൽ ഒരു സമത്വ സുന്ദരമായ ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ തീർച്ചയായും ഇത്തരം നല്ല രീതിയിലുള്ള ഉത്തരവുകൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഗവൺമെൻറ് മേഖലയിൽ അധ്യാപകന്മാർ ഗവൺമെൻറ് ശമ്പളം മേടിക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും മറ്റ് സ്കൂളുകളിൽ നമ്മളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണം എന്നൊരു അഭിപ്രായമാണ് നമുക്ക് ഉള്ളത്. അതിൽ ഒരു കാരണവശാലും മാറ്റം വരാൻ പാടില്ല. ഇലഹാബാദ് ഹൈക്കോടതിയിൽ ഒരു വിധി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നാണ് അതുമായിട്ട് മുന്നോട്ട് പറയാം. സർക്കാർ ശമ്പളം പറ്റുന്നവരും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിയിട്ട് അവരുടെ കുട്ടികളെ മറ്റു സ്കൂളുകളിൽ കൊണ്ട് ചേർക്കുകയും അപ്പോൾ എന്നിട്ട് അവർ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പൊതുസ്ഥിതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അടിയന്തരമായി മാറ്റിയെടുക്കണം. അതുകൊണ്ട് അത്തരം സ്ഥിതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇലഹാബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുള്ളത്. അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർ നിർബന്ധമായിട്ട് അവരുടെ കുട്ടികളെ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണം തന്നെയാണ് 100% പഠിപ്പിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾ മാത്രം സർക്കാർ വിദ്യാലയത്തിൽ പഠിക്കണമെന്ന കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഈ നിയമം കൊണ്ടുവരുന്നവരുടെ മക്കൾ പോലും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ മക്കളും എല്ലാവരുടെ മക്കളും സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള നിയമം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. സർക്കാർ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും നമുക്കും അനുകരണീയമായിട്ടുള്ള ഒരു വിധിയാണ് അലഹബാദ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള ജീവനക്കാരുടെ വിദ്യാർത്ഥികൾ സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിലോ അല്ലെങ്കിൽ മറ്റുള്ള എയ്ഡഡ് സ്കൂളിലോ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ഉപകാരപ്രദമാകും എന്നതിന് യാതൊരു വിധത്തിലുള്ള തർക്കവും ഇല്ല. ഇനി അറിയിപ്പുകൾ. പരിയാരം കൊട്ടിയൂർ നന്മഠം ക്ഷേത്രം ജനറൽ ബോഡി യോഗം സെപ്റ്റംബർ 20 ഞായറാഴ്ച രാവിലെ 10:30 ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ചേരുന്നു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10ന്റെയും പരിയാരം ആയുർവേദ ഗവൺമെന്റ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ വയോജന മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സെപ്റ്റംബർ 19 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ കാങ്കോൾ കലാ ആർട്സ് ക്ലബ്ബിൽ വെച്ച് നടക്കും. അന്നൂർ രവിവർമ്മ കലാനിലയം സുവർണ ജൂബിലി വർഷം 2015നോടനുബന്ധിച്ച് പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ അന്നൂർ രവിവർമ്മ കലാനിലയത്തിൽ വെച്ച് സെപ്റ്റംബർ 20 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഏകദിന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് 9400106523 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അന്നൂർ വേമ്പു സ്മാരക വായനശാല ഗ്രന്ഥാലയം കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ തൃശൂർ രംഗചേതനയുടെ നാടകം സെപ്റ്റംബർ 19 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് അന്നൂർ പടിഞ്ഞാറേക്കരയിൽ നടക്കും. വൈകിട്ട് 6:30 വായനശാല പരിസരത്തെ മുതിർന്ന പൗരന്മാരെ ആദരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് രാമന്തളിയിൽ CPM ഹർത്താൽ ആചരിച്ചു. പുന്നക്കടവിൽ പോലീസ് വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി മത്സ്യ കർഷക ക്ലബ്ബ് കെട്ടിട ഉദ്ഘാടനം C. കൃഷ്ണൻ MLA നിർവഹിച്ചു. വളവറയിൽ മത്സ്യത്തൊഴിലാളിയുടെ തോണി കത്തിച്ച സംഭവം. തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗമടക്കം 4 പേർക്കെതിരെ ചന്തേര പോലീസ് കേസെടുത്തു. തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലം കേരഗ്രാമം പദ്ധതിക്ക് പരിയാരത്ത് തുടക്കമായി. കമ്മ്യൂണിസ്റ്റ് പോരാളിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന AM ശങ്കരൻ നമ്പീശന്റെ 2ാം ചരമവാർഷികാചരണം പുനിയങ്കോട് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.